ഫസ്റ്റ് ഓഫ് ഓൾ ഹായ്, എല്ലാവർക്കും നമസ്കാരം. ബ്രഹ്മയുഗത്തിലെ ക്യാരക്ടർ ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ഇവരായിട്ടും ട്രൈ ചെയ്തിട്ടില്ല, ഇവരായിട്ടും ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ വന്നിട്ടില്ല. അപ്പോൾ അത് മാക്സിമം അതിന് ഔട്ട് കൊടുക്കാൻ നോക്കിയിട്ടുണ്ട്. ബാക്കി സ്ക്രീനിൽ എല്ലാവരും കാണുമ്പോൾ അടിപൊളിയായിരുന്നു. ഉണ്ടയിൽ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടായില്ല. ഇങ്ങനത്തെ ക്യാരക്ടർ ചെയ്യുമ്പോൾ അത് ഞാൻ ഇറക്കി പറയേണ്ടി വരും, അത് പറയാനുള്ളൂ ഇപ്പോൾ. പക്ഷെ അടിപൊളിയായിരുന്നു, പ്രത്യേകിച്ച് പൊളിയായിരുന്നു. ഞാൻ പറഞ്ഞ മാതിരി തന്നെ ഫസ്റ്റ് ഞാനൊരു 10-20 മിനിറ്റ്സിലാണ് വിക്രത്തെ കഥ പറഞ്ഞത്. സോ ഈ ഫിലിം ഞാൻ ഒരിക്കലും ഒരു കളർ ഫോർമാറ്റിൽ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. സോ കാരണം പീരിയഡ് സെറ്റിംഗ് ആയതുകൊണ്ടാണ്. പിന്നെ ഒരുപാട് അത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഷൂട്ട് ചെയ്തതുകൊണ്ട് ഒരുപാട് അതിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഫൗണ്ടേഷൻ ആക്ച്വലി ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഷൂട്ട് ചെയ്തുകൊണ്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പ്രൊഡക്ഷൻ ഡിസൈൻ ആണെങ്കിലും എല്ലാത്തിനും അത് ഹെൽപ്പ് ചെയ്തു. ഫോർ എക്സാമ്പിൾ ഒരു ക്ലിയർ സ്കൈ തന്നെ ഇറ്റ്സ് എ ഷെയ്ഡ് ഓഫ് ഗ്രേ. സോ അങ്ങനെയാണ് ഞാൻ മമ്മൂക്കടുത്ത് കഥ പിച്ച് ചെയ്തതും. അപ്പോൾ ഫസ്റ്റ് പറഞ്ഞത് ഇക്ക ഞാൻ 3 വാക്കേ പറയുള്ളൂ. മമ്മൂക്ക ഒരു മിസ്റ്ററി ഹൊറർ ഫിലിം ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അപ്പോൾ മമ്മൂക്ക ചോദിച്ചു ഞാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എങ്ങനെയാണ് അതിൻ്റെ പരിപാടികൾ ചോദിച്ചു. അപ്പോൾ നമ്മളതൊരു ടെസ്റ്റ് ഷൂട്ട് ചെയ്ത് കാണിക്കാൻ പറഞ്ഞു. ആൻഡ് വി ഡിഡ് എ ടെസ്റ്റ് ഷൂട്ട് ആൻഡ് അത് ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ട് മമ്മൂക്കയ്ക്ക് വന്ന് കാണിച്ചു. അപ്പോഴാണ് അതിൻ്റെ ഒരു ഡിഫറൻസും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും ആസ് എ ടീം മനസ്സിലായത്. ഓക്കെ, ദിസ് വിൽ വർക്ക് എന്നുള്ളത്. സോ അത് സപ്പോർട്ട് ചെയ്യാൻ ഐ നീഡ് ടു ഹാവ് എ വെരി ഗുഡ് പ്രൊഡ്യൂസർ. സോ റാം സാറാണ് ഇസ് ദ മാൻ ബിഹൈൻഡ് സപ്പോർട്ടിങ് മൈ വിഷൻ. സോ yeah, it's a collective effort. It's a very collective effort. Unfortunately നമ്മുടെ DOP-യുടെ ഇതില്ല, എത്താൻ പറ്റിയില്ല. മിസ്റ്റർ ഷനാദ് ജലാലാണ് അത് ഷൂട്ട് ചെയ്തത്. ദിസ് ഇസ് മൈ സെക്കൻഡ് കൊളാബറേഷൻ വിത്ത്. സോ പുള്ളി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ അതിനെക്കുറിച്ച് സംസാരിക്കാമായിരുന്നു. ഈ ഭീഷ്മയ്ക്കുള്ള ഒരു മാസും ഇതിനകത്ത് വരുന്ന ഒരു മിസ്റ്ററി ആയിട്ടുള്ള ഒരു ചിരിയുണ്ട്. ഇതൊക്കെ ഫീൽഡിൽ തന്നെ നമുക്ക് പറഞ്ഞിട്ട് അത് വരുന്നതാണ്. നമ്മളത് ഫസ്റ്റ് ഡേ ഷൂട്ടിന്റെ ആ ദിവസം എടുത്തതാണ് ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ സ്റ്റില്. സോ അത് അരുണാണ് അത് കോർഡിനേറ്റ് ചെയ്തത്. ബട്ട് വി ഓൾ ഹാഡ് ദിസ് ഐഡിയ ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വന്നു, കുറേ സ്റ്റിൽസ് കുറേ പോസ്റ്റേഴ്സ് തന്നു, അതെടുത്തു. അതിൽ ദ ബെസ്റ്റ് വൺ വി ചോസ്. അതാണ് പോസ്റ്ററായിട്ട് കാണുന്നത്. അങ്ങനെയല്ലേ? ഭീഷ്മയുടെ ഫസ്റ്റ് പോസ്റ്റർ ഓർമ്മയുണ്ട്? എങ്ങനെയായിരിക്കുന്നു? അങ്ങനെയാണ് ഇരിക്കുന്നത്. അല്ല, ഭീഷ്മയിൽ ഇങ്ങനെ അപ്പൊ സെയിം ബോഡി ലാംഗ്വേജ്. എന്നെ ചതിക്കരുത്, ഞാൻ ഒരുപാട് ഇൻഫ്ലുവൻസുകൾ കൊടുക്കുന്നു പറഞ്ഞിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. ഇതില്ലല്ലോ, ഞാൻ കണ്ടിട്ടില്ല. കാലം അല്ല, അപ്പോ കേട്ടതും കണ്ടതും അല്ലെങ്കിൽ വായിച്ചൊന്നും പറ്റൂല. എന്ത് കാലം നമ്മൾ കാണാൻ നമ്മുടെ ജീവിതത്തിലിരിക്കുന്ന കാലത്ത് മാത്രമേ ഉള്ളൂ. നമ്മൾ എത്രയോ കാലം മുമ്പ് നടക്കുന്ന കഥയാണ്. അപ്പൊ അതിനകത്ത് ഒബ്സർവേഷനും ഇൻഫറൻസും ഒന്നുമില്ല, സങ്കല്പം മാത്രമേ ഉള്ളൂ. ശൂന്യാകാശത്ത് പിടിച്ചെടുക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിലേ ഉള്ളൂ. മമ്മൂക്ക ചെയ്യുന്ന സിനിമകളിലൊക്കെ മമ്മൂക്ക എഫേർട്ടുകൾ ആ ക്യാരക്ടറിന് വേണ്ടി എടുക്കാറുണ്ട്. ഇതിലെടുത്ത എഫേർട്ട് ഈ ഒരു വയസ്സായ കഥാപാത്രത്തിന് വേണ്ടിയുള്ള എഫേർട്ടായിരുന്നു. ആ മേക്കപ്പിനൊക്കെ വേണ്ടി ബുദ്ധിമുട്ടിയായിരുന്നു ഒരുപാട്. വയസ്സാവാൻ സിനിമ കാണാം, നീട്ടിക്കൊണ്ട് പോകുന്നില്ല. അത് ഞങ്ങൾ കുറച്ച് ഷോർട്സ് അതിനു വേണ്ടി ടീസറിനും ട്രെയിലറിനും വേണ്ടിയിട്ട് ഷൂട്ട് ചെയ്തതാണ്. അത് നിങ്ങൾ സിനിമ എന്തായാലും 2 ദിവസത്തിൽ കാണുമ്പോൾ അറിയാം എന്തൊക്കെയാ. അത് മമ്മൂക്ക തന്നെ ചെയ്തതാണ്. ഞാനൊരു ഐഡിയ പറഞ്ഞു, മമ്മൂക്ക ഇരിക്കണ രീതിയിൽ അത് ചെയ്തു. പക്ഷെ അത് അടിപൊളിയായി വന്നു. അത് ടീസറിൽ ഞങ്ങൾ ചെയ്തു. ട്രെയിലറിലും അങ്ങനത്തെ ഒരു സാധനം ടുവേഴ്സ് ചെയ്യാൻ ഒരു ഷോട്ട് അങ്ങനെ പ്ലേസ് ചെയ്തു. ട്രെയിലർ ശ്രദ്ധിച്ചത് അറിയാം, അതിന്റെ ചിരി ഇറ്റ്സ് പോർട്രേയിങ് സം കൈൻഡ് ഓഫ് മാഡ്നസ് എന്ന് പറയാം. അപ്പോ ബേസ് സെൻട്രൽ ക്യാരക്ടേഴ്സ് ആണ്. അപ്പൊ അവർ ചിരിക്കുന്നതും അവർ കരയുന്നതും അങ്ങനെ ഒരു ഐഡിയ നേരത്തെ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരു ട്രെയിലർ നമുക്ക് കട്ട് ചെയ്യാം ഈ ചിരി വെച്ചുകൊണ്ട്, ടാഗ് ഇറ്റ് ആസ് കേജ് ഓഫ് മാഡ്നസ് എന്ന് പറഞ്ഞു. സോ അങ്ങനെയാണത്. ദാറ്റ് വാസ് ദി ഐഡിയ ആക്ച്വലി. അതിന്റെ അപ്പുറത്തേക്കൊന്നും ഇല്ല, അങ്ങനത്തെ ഒരു ക്യാരക്ടറായിട്ട് നമ്മുടെ ഫിലിമിലൊന്നും പറയുന്നില്ല. ഇത് ടോട്ടലി ഫിക്ഷണൽ സ്പേസിൽ ഒരു ടൈം പീരീഡിൽ നടക്കുന്ന, ബ്രഹ്മയുഗം എന്ന് പറഞ്ഞൊരു ടൈം പീരീഡിൽ നടക്കുന്ന ഒരു കഥയാണ്. കംപ്ലീറ്റ്ലി ഫിക്ഷണൽ ക്യാരക്ടേഴ്സ് ആണ്.
പണ്ട് കാലത്ത് അങ്ങനത്തെ ഒരു പേര് ഭയങ്കര കോമൺ ആയിരുന്നു, കുഞ്ഞമ്മൻ എന്നൊക്കെ. അതായിരിക്കും അട്രാക്ഷൻ ഫീൽ ചെയ്തത്. അപ്പൊ പക്ഷെ ഈ കഥയ്ക്ക് വളരെ അത്യാവശ്യമായിരുന്നത് എനിക്ക് TD സാറുമാരി ഒരു സാറിന്റെ സപ്പോർട്ടിൽ ഡയലോഗ്സ് ഫ്രെയിം ചെയ്യാനും അങ്ങനെ ഞാൻ കുറച്ച് ടൈം എടുത്തിട്ടാണ് ഈ കഥ എഴുതുന്നത്. സോ ഐ നീഡഡ് എ സപ്പോർട്ട്. അങ്ങനെയാണ് TD സാർ ഇതിൽ ഈ പ്രോജക്റ്റിലേക്ക് വരുന്നത്. സോ ഇറ്റ്സ് എ ടോട്ടലി ഫിക്ഷണൽ ലൈഫ് സ്റ്റോറിയോ ഏത് ഫാമിലിനെ ഉദ്ദേശിച്ചിട്ടൊന്നുമല്ല. ഇറ്റ്സ് എ ഫിക്ഷണൽ സ്റ്റോറി. ഇപ്പം മലൈക്കോട്ടെ വാലിബൻ തിയേറ്ററിൽ ഇറങ്ങിയതിനു ശേഷം അതിന്റെ പ്രൊഡ്യൂസർ പറയുണ്ടായി എന്താണ്, മമ്മൂക്കയുടെ ചിത്രങ്ങൾ പ്രേക്ഷകര് ഇരു കൈ നീട്ടി മമ്മൂക്കയുടെ പരീക്ഷയുടെ ചിത്രങ്ങൾ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം പക്ഷെ പ്രേക്ഷകർക്കറിയാം, ആ സ്റ്റേറ്റ്മെന്റ് കേൾക്കുമ്പോൾ തന്നെ പ്രേക്ഷകർക്കറിയാം എന്താണ്, ഞങ്ങൾ കണ്ട കാലം മുതലേ യഥാർത്ഥത്തിൽ ഈ ആക്ടർ അൺപ്രഡിക്റ്റബിൾ ആണ് എന്ന അർത്ഥത്തിൽ നമുക്കറിയാം, എന്തും ചെയ്യും എന്ന അർത്ഥത്തിലും നമുക്കറിയാം. അപ്പൊ മമ്മൂക്ക എങ്ങനെയായിരുന്നു ആ സ്റ്റേറ്റ്മെന്റിനെ കണ്ടത്? നിങ്ങളിപ്പോൾ തന്നെ പറഞ്ഞതേ ഉള്ളൂ, പ്രത്യേകിച്ചൊരു കാര്യങ്ങളൊന്നും പറയാനില്ല. നിങ്ങൾ എന്തും ചെയ്യും എന്നുള്ള തീരുമാനം എനിക്ക് സൂക്ഷിച്ചു. അല്ലെ, എന്നെ സംബന്ധിച്ചിടത്തോളം എന്തും ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതിന് എന്ത് സിനിമയിൽ ഇത് നമ്മൾ വന്നപ്പോൾ ഇപ്പോൾ കാണുന്ന ഈ ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല സിനിമയിൽ ഞാൻ പ്രതീക്ഷിച്ച സിനിമ മാത്രം. എനിക്ക് സിനിമ മാത്രമേ ഇഷ്ടമുള്ളൂ, ബാക്കി കിട്ടുന്നതൊക്കെ ബോണസാണ്. അപ്പോൾ ബോണസിനെ കുറിച്ച് ആലോചിക്കാതെ തന്നെയാണ് സിനിമയിൽ ഞാൻ ഇനി അങ്ങോട്ടും അങ്ങനെ ആവാനാണ് എൻ്റെ ശ്രമം. പക്ഷെ ഒരു കാര്യം എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള കൂടെ ഉണ്ടാവും, വഴി ഇട്ടിട്ട് പോയിക്കളെ. റൈറ്ററിലെടുത്തായിരുന്നു ഞങ്ങളുടെ കുറെ നോവലുകളൊക്കെ പറഞ്ഞ് ഈ സിനിമയിലേക്ക് വന്നപ്പോൾ ഇതിന്റെ റേറ്റിംഗ് സമയത്ത് മമ്മൂക്കായ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയായിരുന്നു താങ്കൾ ഒരു റേറ്റിംഗ്? തീർച്ചയായിട്ടും രാഹുൽ എൻ്റെ അടുത്ത് വന്ന് കാര്യം പറയുമ്പോൾ നമ്മൾ കുറച്ച് പുറകിലുള്ള ഒരു കാലത്തെ കഥയാണ് പറയുന്നത്. അപ്പോൾ ആ കാലത്തെ കാര്യങ്ങൾ അതേപോലത്തെ സംഭാഷണങ്ങൾ ഉപയോഗിച്ചാൽ ശരിയാവില്ല. ഏറ്റവും അതിന് യോജിക്കുന്ന രീതിയിലുള്ള ഒരു ഡയലോഗ്സാണ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. മമ്മൂക്കയുടെ ക്യാരക്ടറിന് വേണ്ടി ഡയലോഗ് എഴുതുമ്പോൾ നമുക്ക് മനസ്സിലുണ്ടായിരുന്നു എന്നൊരു സത്യം. നമ്മൾ എഴുതിയ ഡയലോഗ് നമുക്ക് പറയണ കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷം. തീർച്ചയായിട്ടും മ്യൂസിക് ഡയറക്ടറെ പറ്റി വാക്ക് പറയണം. സുശീൽ ശ്യാമിന്റെ ശിഷ്യനാണ്. മാക്സിമം സൗണ്ടിൽ കാലഘട്ടം ഫീൽ ചെയ്യിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്താ പറയുക, ഇങ്ങനെ ചെയ്തു പോയി, ഇങ്ങനെയൊക്കെ സാധനം വന്നു. പിന്നെ ഷൂട്ടിൻ്റെ സമയത്ത് ഞാൻ ലൊക്കേഷനിൽ പോകുമായിരുന്നു. ഞാൻ രാഹുലേട്ടനായിട്ട് സംസാരിക്കും. അങ്ങനെ ഞങ്ങൾ പ്ലാൻ ചെയ്ത് കുറച്ച് സാധനങ്ങൾ ഞാൻ ആ സമയത്ത് അയച്ചു കൊടുക്കും. അങ്ങനെ പ്ലാൻ ചെയ്ത് പെട്ടെന്ന് ഉണ്ടായല്ല, കുറേ വർക്ക് ചെയ്ത് തന്നെ അങ്ങനെ പെട്ടെന്ന് ഉണ്ടാകുന്ന പരിപാടിയല്ല. നല്ല സാധനം ആയി വരാൻ വേണ്ടി മാക്സിമം പണിയെടുത്ത് നന്നായിട്ട് വന്നിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതിന്റെ ഇനീഷ്യൽ നമ്മുടെ ഷൂട്ടിന്റെ മുമ്പ് ഞാൻ ആകെ പറഞ്ഞത് ഇതൊരു പീരിയഡ് ഫിലിമാണ്, മമ്മൂക്കയാണ് ലീഡ് ക്യാരക്ടർ, ഒരു ഫിക്ഷണൽ സെറ്റിംഗ് ആണ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് എന്ന് പറഞ്ഞത്. അപ്പൊ തന്നെ എനിക്ക് ക്രിസ്റ്റോ ഒരു ഡെമോ എനിക്ക് അയച്ചു തന്നു. അതിലാണ് ഞാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയത്. സോ അന്ന് തൊട്ട് എനിക്ക് തോന്നുന്നു നമ്മൾ പിന്നെ ഫുൾ കുറേ ഇരുന്ന് അതിനെക്കുറിച്ച് സംസാരിച്ച് ഓരോ സ്റ്റേജിലും ഷൂട്ടിംഗ് സമയത്ത് ക്രിസ്റ്റോ വന്ന് ഓരോ സീനിനും ഇങ്ങനെ സ്കോർ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് അത് ഷേപ്പ് ആയി വന്നത്. പിന്നെ ഞാൻ ലൊക്കേഷനിൽ പോയ ടൈമിൽ വിഷ്വൽ നമ്മൾ കാണും, രാവിലെ തന്നെ ഓരോന്നും കാണിച്ചു തരാം. അപ്പോൾ വിഷ്വൽ കാണുമ്പോൾ ഒരു എനർജി ഭയങ്കരമായിട്ട് കിട്ടിയിട്ടുണ്ട്. ആ എനർജിയുടെ റിസൾട്ട് ആയിരിക്കാം മേ ബി നന്നായിട്ട് വന്നിട്ടുണ്ട് വിചാരിക്കും. സിദ്ധാർത്ഥനോടാണ് ഒരു ക്വസ്റ്റ്യൻ. ഇവിടെ ഇപ്പൊ മമ്മൂക്കയുടെ കൂടെ തന്നെ 2 ഫിലിമില് ഒരുമിച്ച് അഭിനയിക്കും, ബസൂക്കയിലും ഉണ്ട്, ഇപ്പൊ ബ്രഹ്മത്തിലും. അപ്പൊ ഇതില് കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ക്യാരക്ടറും മറ്റേതിൽ കുറച്ച് സ്റ്റൈലിഷും ആണ്. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? രണ്ടും 2 തരം സിനിമയാണ്. രണ്ടും കൂടെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ മമ്മൂക്കയുടെ കൂടെ 2 തരത്തിൽ തന്നെയാണല്ലോ അഭിനയിച്ചിരിക്കുന്നത്. ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. എന്തൊക്കെ പഠിക്കാൻ പറ്റി? അഭിനയം പഠിക്കാൻ പറ്റി. സിദ്ധാർത്ഥ ഈ പറഞ്ഞതുപോലെ അച്ഛൻ്റെ കാലം അമ്മയുടെ കാലഘട്ടമൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകൾ ഒത്തിരി അഭിനയിച്ചു വന്ന അതേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയിലേക്ക് ഇപ്പൊ സിദ്ധാർത്ഥ എത്തുമ്പോൾ അതൊരു വല്ലാത്തൊരു അനുഭവമായിരിക്കുമല്ലോ. അതെ, തീർച്ചയായും ആദ്യമായിട്ടല്ല ചെയ്യുന്നത്. നമ്മളൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയിൽ അഭിനയിക്കാൻ പറ്റുന്നു, നമ്മളത് യാഥാർത്ഥ്യമായിട്ട് അത് കാണുന്നു, തിയേറ്ററിലേക്ക് എത്തുന്നു. അതൊരു പുതിയ അനുഭവം തന്നെയാണ്. പ്രേക്ഷകരെ പോലെ തന്നെ അതിൽ വർക്ക് ചെയ്ത ആൾക്കാർക്ക് പുതിയ അനുഭവം. മമ്മൂക്ക
ടർബോ തിയേറ്റർ കുലുക്കും. ഇപ്പൊ കുലുക്കല് ട്രെൻഡ് ആണല്ലോ. രാഹുലന് ഫേസ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കുറച്ച് കാര്യങ്ങൾ എന്തായിരിക്കും ബ്രഹ്മയുഗത്തില്? ഫേസ് ചെയ്ത എനിക്കൊരു പേടിയായിരുന്നു മമ്മൂക്കടൊപ്പം ആദ്യം ആക്ഷൻ കണ്ടെന്നൊക്കെ പറയാം. ഓൾറെഡി ഒരു ഹൊറർ ഫിലിം ചെയ്തതാണെങ്കിൽ പോലും മമ്മൂക്കയുടെ കൂടെ ആയതുകൊണ്ടും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയതുകൊണ്ടും കൂടുതൽ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിരിക്കുന്നു ഫിലിമില്. അപ്പൊ അതില് ഫേസ് ചെയ്തിരിക്കുന്ന ചാലഞ്ചസ് എന്തൊക്കെയായിരിക്കും? ചാലഞ്ചസ് ഉണ്ടാവും, എല്ലാ ഫിലിമിലും ചാലഞ്ചസ് ഉണ്ടാവും. ബട്ട് ആസ് ലോങ് ആസ് യു ഹാവ് എ വെരി ഗുഡ് ടീം, ടെക്നിക്കൽ സപ്പോർട്ട്, പ്രൊഡക്ഷൻ ഹൗസ് ആൻഡ് ആക്ടേഴ്സ് വാസ് വെരി സപ്പോർട്ടീവ്. നമ്മളത് അറിയില്ല ആക്ച്വലി. ഓരോ ദിവസം കഴിഞ്ഞ് പോകുന്നത് നമുക്കറിയില്ല. എല്ലാ ദിവസവും നെക്സ്റ്റ് ഡേ എന്താണ് ഷോട്ട് എടുക്കാനുള്ളതെന്നുള്ള എക്സൈറ്റ്മെന്റിലാണ് ഞാനിങ്ങനെ രാത്രി ഓരോ ദിവസവും ഇരിക്കാറില്ല. അപ്പോൾ നാളെ നമുക്ക് ഇത് ചെയ്യും, ഈ സീൻ ചെയ്യും എന്നുള്ള സെയിം വിത്ത് എവരിബഡി. ഞങ്ങൾ എല്ലാവരും എക്സൈറ്റ്മെന്റിലാണ് ഇരുന്നുള്ളത്. സോ ദ ഹോൾ പ്രോസസ് ഇസ് ചാലഞ്ചിങ്. അത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. സോ ഫോർ ദാറ്റ് നല്ലൊരു ടീമാണ്. ഇതേമാതിരി സൗണ്ട് പ്ലേസ് എ വെരി ഗുഡ് JD ആണ് സൗണ്ട് ചെയ്തിട്ടുള്ളത്. ഈ ഇത്തരം സിനിമകൾക്ക് സൗണ്ട് ഇറ്റ് പ്ലേസ് എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ. ആൻഡ് സപ്പോർട്ടിംഗ് കാസ്റ്റ് ലൈക്ക് മണികണ്ഠനുണ്ട്, ഹീസ് ഡൺ എ വെരി ഗുഡ്. മൈ എഡിറ്റർ ഷഫീ ഈസ് ഡൺ എൻ അമേസിംഗ് ജോബ്. ആൻഡ് ഇതിൽ പാട്ട് എഴുതിയിരിക്കുന്നത് മൈ 2 ADs ആണ്. പൂമണി മാളിക എന്ന് പറഞ്ഞ പാട്ട് അമ്മൂമറിയ അലക്സ് പറഞ്ഞ പെൺകുട്ടിയാണ് എഴുതിയിരിക്കുന്നത്. ആൻഡ് നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയ ഗിരീഷ് പുത്തഞ്ചേരി സാറിന്റെ മകൻ ദിന്നാർ പുത്തഞ്ചേരിയാണ് 3 പാട്ട് എഴുതിയിരിക്കുന്നത്. സോ ഇറ്റ്സ് എ വെരി കളക്റ്റീവ് എഫേർട്ടാണ്. സോ അങ്ങനെയാണ് ഒരു പ്രൊജക്ട് അതിന് സ്ട്രെങ്ത് വരുന്നത്. ഇറ്റ്സ് ഓൺലി ഫീമെയിൽ ക്യാരക്ടർ ഇൻ ഫിലിം. സോ ചോദ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. അമല, ഇപ്പോ ഇത് ഒരുപാട് നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഒരു കഥാപരിസരമാണ് ഇവിടെ. ഇപ്പോൾ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ബോഡി ലാംഗ്വേജോ അല്ലെങ്കിൽ ഇംപ്രവൈസ് ചെയ്യുമ്പോൾ നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന വാക്കുകളോ ഒന്നും ഡയലോഗുകളോ ഒന്നും ഉപയോഗിക്കാൻ പറ്റിയെന്ന് വരില്ല. ഡയലോഗ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇത് എത്രത്തോളം നമ്മൾ സ്വയം നമ്മളെ റെസ്ട്രിക്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ ആ പെർഫോമൻസിൽ നമ്മൾക്ക് ഉണ്ടാവുന്ന വ്യത്യാസം എത്രത്തോളം ഉണ്ടായിരുന്നു പ്രമേയത്തിൽ? ഇത് ഒരു സങ്കല്പത്തിലുള്ള ഒരു കഥാപാത്രമാണ്. അപ്പോൾ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഇമാജിനേഷൻ പോലെയാണ്. അറിയില്ല, അങ്ങനെ പറയാൻ പറ്റില്ല. അതാണ് അതിനെ കുറിച്ചൊന്നും പറയാൻ പറ്റില്ല. കണ്ടു നോക്കി 2 ദിവസം കഴിഞ്ഞ് പറയാം. ദുൽഖറിന്റെ കൂടെ അഭിനയിച്ചപ്പോ മമ്മൂക്കയുടെ കൂടെ അഭിനയിച്ചു. ഇവിടെ ദുൽഖറിന്റെ കൂടെ അഭിനയിച്ചപ്പോ മമ്മൂക്കയുടെ കൂടെ അഭിനയിച്ചു. എങ്ങനെ ഉണ്ടായിരുന്നു രണ്ടുപേരും? ദുൽഖറിന്റെ കൂടെയാണ് എന്റെ ഫസ്റ്റ് സീൻ ഷൂട്ട് ചെയ്തത്. മമ്മൂക്കയുടെ അടുത്ത് എല്ലാ ആക്ടേഴ്സിന്റെയും ഒരു ആഗ്രഹമാണ് മമ്മൂക്കയുടെ കൂടെ ഒരു സിനിമയിൽ ചെയ്യാന്ന് പറയുന്നത്. അത് ഭയങ്കര കൂടാതെ ഞാൻ ഇവിടെ വന്ന സമയത്ത് എനിക്ക് മമ്മൂക്കയായിട്ടില്ല, അതായത് ആക്ടർ ആവാൻ വേണ്ടി വന്നാണ് ആ സമയത്ത് 10-21 വയസ്സിലുള്ള മമ്മൂക്കയായിട്ട് സംസാരിക്കാൻ ഒരു ചാൻസ് കിട്ടി. അപ്പം നമുക്ക് അന്ന് എന്നോട് പറഞ്ഞു, മോശം സിനിമ ഒന്നും ചെയ്യണ്ട, നല്ല സിനിമകൾ ചെയ്താൽ മതി. ഇത്രയും വർഷം കഴിഞ്ഞിട്ട് മമ്മൂക്കയുടെ കൂടെ നല്ലൊരു ഇതുപോലത്തെ സിനിമ ചെയ്യാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഭാഗ്യമാണ്. ഹൈപ്പർ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണല്ലോ പ്രേക്ഷകർ കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടു. ഇപ്പൊ പ്രമേയത്തിൽ വരാൻ നേരത്ത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രത്തില് എത്തരത്തിലായിരുന്നു ഒരു പ്രസന്റേഷൻ? എല്ലാവർക്കും നമസ്കാരം. ഇതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ അറിയില്ല. ഇതിൻ്റെ ഒരു ഭാഗമായി ഈ കൂട്ടത്തിൽ വന്നിരിക്കുന്നതിൻ്റെ ഒരു സന്തോഷം. പിന്നെ 15-ാം തീയതി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ പറയാൻ പറ്റില്ല. നമസ്കാരം. ഈ സിനിമയിൽ ആ ചോദ്യത്തിന് വേണമെങ്കിൽ ഞാൻ ചെറിയൊരു മറുപടി പറയും. സിനിമ എടുക്കുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റിലോ കളറുകളൊന്നും നമുക്ക് തോന്നുന്നില്ല. സിനിമയാണ്. സിനിമ കണ്ടതിന് ശേഷമല്ലേ നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് മനസ്സിലാവും. നമ്മൾ കുറച്ച് സീനുകൾ നമുക്ക് അഭിനയിക്കാന്നല്ലാതെ ഇത് എങ്ങനെ എടുക്കുന്നു എങ്ങനെ വരുന്നു നമുക്ക് അഭിനയിക്കുമ്പോൾ അറിയാം. അതാണ് പുള്ളി തപ്പിയത്. കറക്റ്റല്ലേ? അപ്പൊ ഏകദേശം തീരാറായി. ഈ പ്രസ് മീറ്റിന്റെ പ്രത്യേകതയാണ് നമുക്കൊന്നും ചോദിക്കാൻ പറ്റുന്നില്ല, അവിടെ ഒന്നും പറയാനും പറ്റുന്നില്ല. നിങ്ങൾ ഈ കണ്ട ചോദ്യമൊക്കെ ചോദിച്ചിട്ടാണ് ഈ പറയുന്നത്. അല്ല, അങ്ങനെയാണ്. ഏകദേശം 30 മിനിറ്റായി ചോദിക്കുന്നു. അതൊന്നും ചോദിക്കണമെന്ന് പറയാം. സിനിമയെ കൂടുതലും ചോദിച്ചത് നിങ്ങളല്ലേ?
അല്ല എന്തായാലും ഇത് കഴിഞ്ഞിട്ട് ഒരു പ്രസ് മീറ്റ് വേണം കേട്ടോ. എന്നാലും എനിക്ക് കുറച്ച് ചോദിക്കാൻ ഇല്ലല്ല, ഈ റിലീസ് കഴിഞ്ഞിട്ട് അപ്പൊ കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾക്ക് സിനിമ കണ്ടതിന് ശേഷം ചോദിക്കാനും പറ്റും. സിനിമ കണ്ടതിന് ശേഷമല്ലേ? കാണും. അപ്പൊ അങ്ങനെ ഒറ്റ ക്വസ്റ്റ്യൻ എല്ലാവരും കൂടെ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? മലയാള സിനിമയിൽ ഒരു ഹൊറർ ചിത്രങ്ങൾ ഒരു ട്രാക്കിംഗ് സമയത്ത് അല്ലെങ്കിൽ ഒരു പോസ്റ്റോ അങ്ങനത്തെ ചിത്രങ്ങൾ വന്ന സമയത്ത് അവരാൾ തന്നെയല്ല ഒരു പ്രീസ്റ്റോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ട്രാക്ക് ഉണ്ടല്ലോ, പുറത്തു നിന്ന് ഒരാൾ വരുന്നു, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു, അങ്ങനത്തെ ഒരു ട്രാക്ക് പോകുന്ന സമയത്ത് ഭൂതകാലം ഒരു ചിത്രം വരും. അതായത് അവരവരുടെ പ്രശ്നം അവരുടെ ഇമോഷണൽ ഒരു ചിത്രം, അത് വളരെ ചേഞ്ചാണ് മലയാള സിനിമയിൽ ഉണ്ടാക്കിയത്. ബ്രഹ്മയുഗം മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ എന്ത് ചെയ്യുന്നത്, എന്ത് ചേഞ്ച് ആയിരിക്കും? ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. നിങ്ങൾക്ക് മുമ്പ് പറഞ്ഞ മാതിരി ഒന്ന് കണ്ടു നോക്കും, ഒന്ന് ടിക്കറ്റ് എടുത്ത് നോക്ക് എന്ന് പറയുന്നത് ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഞങ്ങൾക്ക് എല്ലാവരും കൂടെ ഓഫർ ചെയ്യാൻ പറ്റും. എന്നാൽ അത് ജസ്റ്റ് നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് കണ്ടാൽ എനിക്കറിയാം. നമുക്ക് ലാസ്റ്റ് പ്രമേഹം അനൗൺസ് ചെയ്ത ആ ടൈം തൊട്ട് എല്ലാവരും വളരെ എക്സൈറ്റ്മെൻറ്റിലായി, എക്സ്പെഷ്യലി പ്രേക്ഷകർ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് ഇരിക്കുന്നത്. പടത്തിൻ്റെ ട്രെയിലർ 4 ഭാഷകളിലാണ് ഇറങ്ങിയത്. അതിൽ തമിഴ്നാട്ടിൽ നിന്ന് ഒരു മീഡിയ റിപ്പോർട്ട് ചെയ്തത് അവിടെയുള്ള നടന്മാർക്ക് സാധിക്കാൻ കഴിയാത്തത് മമ്മൂക്ക സാധിച്ചു, സിറന്ത നടികർ എന്നാണ് അവർ വിശേഷിപ്പിച്ചത്. അതിനെ മമ്മൂക്ക എങ്ങനെ നോക്കിക്കാണുന്നു? സിറന്ത നടികർ എന്നോ നിങ്ങൾക്ക് ഇവിടെ പറയുന്നത് എൻ്റെ തമിഴാണെന്നേ ഉള്ളൂ, ഉള്ളാവുന്ന ഒരു ആക്ടർ. താങ്ക് യു. ശരി.